എന്റെ മോൾ ഒരിക്കലും സുശീലെ ധിക്കരിച്ചൊന്നും ചെയ്യില്ല. പിന്നെ അവളുടെ ഒരു വള ഇവിടുന്ന് നഷ്ടപ്പെട്ടപ്പോ അത് എനിക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് കള്ളം പറയാണെന്ന് വരുത്തി തീർത്തത് അത് ശരിയാണോ സുശീലെ? അങ്ങനെ ഒരു ആവശ്യം എനിക്കുണ്ടെങ്കിൽ ഞാനതിവിടെ വന്ന് ചോദിച്ചു വാങ്ങിക്കില്ലേ സുശീലെ? ഞാൻ എന്റെ മകളുടെ ഒരു വള വേണമെന്ന് ആവശ്യപ്പെട്ട നീയോ സത്യനോ അത് തരില്ല എന്ന് പറയോ? എന്റെ കാര്യം അങ്ങ് വിടു സുധ. നിന്റെ മകളുടെ സ്വർണം ഞാനല്ലല്ലോ സൂക്ഷിക്കുന്നത്, സത്യം തന്നെയല്ലേ? അവന്റെ ഭാര്യ പറഞ്ഞാൽ എന്തും ചെയ്യും. പിന്നെ എന്തിനാ നിന്റെ മകൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചതെന്നാ എനിക്ക് മനസ്സിലാവാത്ത സുധ. ഈ വീട്ടിലുള്ള എന്നെ എന്റെ മോളെയും കള്ളിയാക്കാനാണോ? സുശീലെ, അവൾ ഇന്ന് നിന്റെ വീട്ടിൽ വന്നത് ആ വള നിന്നെ ഏൽപ്പിക്കാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയ്ക്ക് ഇതൊന്ന് നിർത്താമോ? അമ്മ ഇതിനെ എത്ര വട്ടം ആവർത്തിച്ചാലും കാണാനില്ലെന്ന് പറഞ്ഞ വള പ്രതിഭ അച്ഛന് കൊണ്ട് കൊടുത്തെന്ന് ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ ആ വള എവിടെ പോയിടി? നീ എടുത്തോ? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനത് എടുത്തെന്ന് പ്രതിഭ പറയേയില്ല. അപ്പൊ നിങ്ങളെല്ലാവരും കൂടി എന്നെ കളിയാക്കാൻ നോക്കണം അല്ലടി? ഇവിടെ ആ സമയത്ത് നിന്നെ അവളെയും കൂടാതെ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് അമ്മ എടുത്തൊന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? അമ്മയിലെ പ്രതിഭയെ കുറിച്ച് ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറയുന്നേ. ഞാൻ പറഞ്ഞത് ഇല്ലാത്തതാണെങ്കിൽ പ്രതിഭ വള നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതും ഇല്ലാത്തത് തന്നെയാ. ഈ വീട്ടിൽ വെച്ച് ആരുടെ ഒരു മൊട്ടുസൂചി പോലും ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല, പിന്നല്ലേ വള? അതെ, ഒന്നുകിൽ നിന്റെ മകൾ ആ വള നിനക്ക് കൊണ്ടുവന്ന് തന്നു, അല്ലെങ്കിലേ അങ്ങനെ ഒരു വള അവൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. വേറെന്തോ മനസ്സിൽ കണ്ട് അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞിരിക്കുക. എന്റെ അങ്കിൾ ഈ വിഷയം ഇനി അമ്മയായിട്ട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അമ്മ പിടിച്ച മുയലിന് 3 കൊമ്പ. പ്രതിഭയുടെ അവളുടെ വളയുടെ കാര്യം മറന്നേക്കാൻ പറ. എടി, സുശീലെ, എന്റെ മകളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട അതേ വള ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തോളാം സുശീലെ. പക്ഷേ അവൾ ആ വളയിട്ട് ഇവിടെ വരുമ്പോ അത് പഴയ വള വെച്ച് അച്ഛനും മകളും കൂടി കളിക്കുകയാണെന്ന് നീ പറയരുത്. സുശീലെ, അങ്ങനെ പറഞ്ഞ ചിലതൊക്കെ എനിക്കും വിളിച്ചു പറയേണ്ടി വരും. നീ എന്ത് വിളിച്ചു പറയുന്ന? സുശീലെ വരട്ടാൻ നോക്കാണോ സുധ? അങ്ങനെയല്ല സുശീലെ, എന്റെ മോളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് നഷ്ടപ്പെട്ട ഒരാഭരണം ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. കല്യാണത്തിന് അവൾക്ക് 50 പവനെ ഞാൻ കൊടുത്തോളൂ. അതിന്ന് ഒരു വള ഇപ്പോഴേ നഷ്ടപ്പെട്ടാൽ എങ്ങനെയാ? അതുകൊണ്ട് ആ വള ഞാൻ എന്റെ മോക്ക് വാങ്ങിച്ചു കൊടുക്കും. അമ്മയ്ക്കിപ്പോ സമാധാനമായല്ലോ. അങ്കിളിരിക്കും, ഞാൻ ചായ എടുക്കാം. സച്ചി സാറിന്റെ മകൾക്ക് വേണ്ടി സുശീല വീണ്ടും ചെറുക്കനെ അന്വേഷിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു. അത് നല്ലതാ. പക്ഷേ അതിനു വേണ്ടി നീ എന്റെ മോളെ വേദനിപ്പിക്കരുത് സുശീലെ. അത് മാത്രം ഞാൻ സഹിക്കില്ല, പറഞ്ഞേക്കാം. എന്നാ ഇറങ്ങട്ടെ. ചായ വേണ്ടെന്ന് മോളോട് പറഞ്ഞേക്ക്.